അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്തൊക്കെ തന്നെയാലും സീനത്തിനെ കാണുന്നില്ല. നമ്മുടെ ഷെഫി ഉസ്താദ് ഈ വിവരമൊന്നും അറിയുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയും കുഞ്ഞിനു വേണ്ടിയും അവൻ പലതും കൊടുത്തയച്ചിരിക്കുന്നു. അതെ, തൻ്റെ കുഞ്ഞ് പുഷ്ടി കൂടുവാൻ, തൻ്റെ ഭാര്യ സൗന്ദര്യം കൂടുവാൻ, ആരോഗ്യം കൂടുവാൻ, അതിനുവേണ്ടി വിലപിടിപ്പുള്ള ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും കുങ്കുമപ്പൂവും അങ്ങനെ എല്ലാം. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അതെല്ലാം കഴിക്കണം, അതെൻ്റെ കുഞ്ഞിനും ലഭിക്കണം. അതിനു വേണ്ടിയിട്ട് അവൻ പലതും അതാ വീട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അത് കൊടുത്തയച്ചിരിക്കുന്നു. മാത്രമല്ല അവൾക്ക് ചിലവിനുള്ളതും അതിനപ്പുറമുള്ള ക്യാഷും കാര്യങ്ങളും എല്ലാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കമൻറ്റ് വായിക്കാം. നിത എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സ്വത്തും മുതലും ഉള്ള ഒരു ഉപ്പയുടെ മകളാണ്. ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ഹിന്ദുവിൻ്റെ കൂടെയാണ് അവൾ പോയത്. ഹിന്ദുവായി അവൻ്റെ കൂടെ അവൻ്റെ കുഞ്ഞിനെയും പ്രസവിച്ച് ജീവിക്കുകയാണ്. അവളുടെ ഉമ്മയും ഉപ്പയും ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ അവളുടെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചതിന് അവളുടെ മക്കളിൽ നിന്ന് തന്നെ അവൾ അനുഭവിച്ചതിന് ശേഷം ഈ ദുനിയാവിൽ നിന്ന് പോവുകയുള്ളൂ. അത്രക്കും ആ ഉമ്മയും ഉപ്പയും കണ്ണീര് കുടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കഥകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ മക്കളെയും ഇബ്ലീസിൻ്റെ കെണിയിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിത എന്നുള്ള ഐഡിയിൽ നിന്ന് വന്ന കമൻ്റാണ് കേട്ടോ. സത്യം പറഞ്ഞ യഥാർത്ഥം തന്നെ അല്ലേ മക്കളെ? അല്ലാ, ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾക്ക് ആ ഒരു കാഴ്ച നേരിൽ കാണുമ്പോഴത്തൊരു അവസ്ഥ, റബ്ബേ അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകട്ടെ, നല്ല ബുദ്ധി നൽകട്ടെ. റബ്ബേ, ദീൻ പൊളിച്ചു പോവാന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ഒരു അവസ്ഥ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, പലർക്കും ഇതെല്ലാം കേട്ട് കരഞ്ഞു പോകാണ്. അതായത് ഞാൻ ഇന്നും കാണുന്ന ഒരു ഉമ്മയുണ്ട് അവിടെ. അതെ, ആ ഒരു ഉമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം പൊന്നു മോളെ അത്ര നല്ല രീതിയിൽ പോറ്റി വളർത്തിയതാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരുത്തൻ്റെ കൂടെ പോയിക്കാണ്. ഇന്ന് അവൾ പ്രസവിച്ച് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. ഓടിച്ചാടി കളിക്കുന്ന മക്കൾ, കുറിയിട്ട മക്കൾ. ഈ ഉമ്മയുടെയും ഉപ്പയുടെയും മുൻപിലൂടെ അവരിങ്ങനെ പോകുമ്പോൾ നെഞ്ച് പൊട്ടിപ്പോകൂലേ റബ്ബേ. അല്ലാ, എൻ്റെ കുട്ടി ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ച് പോവാന്ന് വെച്ചാൽ റബ്ബേ. എന്നിട്ട് ആ വലിയ കുറിയൊക്കെ തൊട്ട് മുടിയൊക്കെ കഴിച്ചിട്ട് അവരുടെ വീടിൻ്റെ മുമ്പിലൂടെ പോകുമ്പോഴത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാ റഹ്മാൻ, നീ കാത്ത് രക്ഷിക്കല്ലാ. അതുപോലുള്ള അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം. രാജേഷും സീനത്തും യാത്രയിലായിക്കൊണ്ട് അവൻ അവളോട് പറയുന്നു, സീനത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പേരാണ്, ഇതങ്ങ് ഒഴിവാക്കണമല്ലോ മോളെ. സീനത്തിന് എന്താ കുഴപ്പം? സീനത്തിന് കുഴപ്പമില്ല, എൻ്റെ പേരിനനുസരിച്ചൊരു പേരിടണമല്ലോ. എന്താ പറ്റില്ലേ? ഞാൻ നിന്നെ സീനത്ത് കൊണ്ട് നടക്കുമ്പോൾ ആളുകൾ പലതും തെറ്റിദ്ധരിക്കും. പറ, നിനക്ക് ഇഷ്ടപ്പെട്ടൊരു പേര് വരാം. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഏട്ടന് ഏതാ ഇഷ്ടം അങ്ങനെ ഇടാം. പിന്നെ താലി കെട്ടണ്ടേ, അമ്പലത്തിൽ പോകണ്ടേ, അതൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ നാട് വിട്ട് പോകുന്നു വിചാരിച്ചിട്ട് താൽക്കാലിക ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. കുറച്ചിവിടെയൊക്കെ ജീവിച്ചിട്ട് പോകാം അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ നീ എന്തിനാ ഇപ്പോഴും തട്ടം ഇട്ടുകൊണ്ടിരിക്കുന്നത്? അത് തട്ടം അതൊക്കെ ഒഴിവാക്കും വേണേ. തട്ടിട്ടിട്ടാണോ നീ എൻ്റെ കൂടെ വരുന്നത്? കുറി തട്ടം എൻ്റെ കൂടെ നീ എന്തിനാ തട്ടമിട്ട് വന്നിരിക്കുന്നത്? തട്ടൊഴിവാക്ക്. തലയിലിട്ടിരുന്ന തട്ടം അതാ സീനത്ത് പതുക്കെ ഊരി. അതെ, ഈ സൈഡിൽ ഇങ്ങനെ ഇട്ടാൽ മതി. ഇപ്പം അടിപൊളി. ചുരിദാറിൻ്റെ കൂടെ ഇങ്ങനെ സൈഡിൽ ഷാളൊക്കെ ഇടുമ്പോൾ അതിമനോഹരമായിട്ടുണ്ട്. ഇനി അതിലൊരു പൊട്ടുകൂടെ തൊട്ട് കഴിഞ്ഞാൽ നീ എൻ്റെ സുന്ദരി പെണ്ണായി മാറും. ഇതാണ് നിനക്ക് ചേർച്ച. അല്ലാതെ ആ തട്ടം മൂടി പൊതച്ച് എന്തിനു വേണ്ടി? സ്വതന്ത്രമില്ലാത്ത ജീവിതം നിനക്ക് എന്തിനാ മോളെ? ജീവിതം കുറച്ചേ ഉള്ളത്, അത് ആസ്വദിക്കണം നമ്മുടെ മാക്സിമം. എന്താ ഏട്ടൻ പറയുന്ന പോലെയൊക്കെ. പെട്ടെന്നതാ അവളുടെ ഫോണിലേക്ക് കോൾ വരുന്നു. നീ എന്തിനാ ഫോൺ ഓൺ ചെയ്തതിപ്പോൾ? വെറുതെ അല്ലേ, എനിക്ക് ബാങ്കിലേക്ക് ക്യാഷ് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എത്രയുണ്ട്? ഞാൻ പറയാം. ഒരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഒരു നിമിഷം അവൾ ഞെട്ടി. അതെ, ഷെഫി ഉസ്താദിൻ്റെ മെസ്സേജ് ആയിരുന്നു അത്.
രാജേഷിൻ്റെ മുൻപിൽ നിന്ന് അവൾ ഫോൺ പതുക്കെ മാറ്റിപ്പിടിച്ചു. സങ്കടത്തോടെയും സന്തോഷത്തോടെയും ഷെഫി ഉസ്താദ് എഴുതിയ വാക്കുകളായിരുന്നു അത്. എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ, നിനക്ക് വേണ്ടതെല്ലാം ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ളത് എല്ലാം നല്ലപോലെ കഴിക്കണം കേട്ടോ. ആ പിന്നെ നിനക്ക് ഡിസ്റ്റർബ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിക്കാത്തത്. അപ്പോൾ മെസ്സേജ് കണ്ട ഉടനെ റീപ്ലൈ തരണം കേട്ടോ. പിന്നെ എല്ലാം കഴിക്കണം. കുങ്കുമപ്പൂ പാലിൽ ചേർത്ത് കഴിക്കണം. രാത്രി കിടക്കുമ്പോൾ കഴിച്ചോ. അതുപോലെ ബദാം, ക്യാഷ്നട്ട് അതൊക്കെ ജ്യൂസ് അടിച്ചോ അല്ലാതെ അങ്ങനെ വെറുതെ കുറച്ച് കഴിക്കണേ കഴിച്ചോ. നല്ല ഈത്തപ്പഴമുണ്ട്, അത് കഴിച്ചോ. അതും പാലൊക്കെ കൂട്ടി മിക്സാക്കി കഴിച്ചോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ എൻ്റെ സുന്ദരി കുട്ടിയായി ആവണം കേട്ടോ നീ. പിന്നെ ഇക്ക വരുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞിനെ എനിക്ക് കാണണമല്ലോ. അപ്പതാ നമ്മുടെ കുഞ്ഞാണായാലും പെണ്ണായാലും ശരി, നമുക്ക് നല്ല രീതിയിൽ അതിനെ സംരക്ഷിക്കണം. അതിന് വേണ്ടി ഇപ്പോഴത്തെ നീ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. അതായത് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കുട്ടിയെ നല്ലൊരു രീതിയിലാക്കണം ഇൻഷാ അല്ലാ. പിന്നെ ഡോക്ടറുടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. മറക്കല്ലേ മുത്തേ. ഇക്കാക്ക് കുഞ്ഞിനെ കാണാൻ വേണ്ടി ഒരുപാട് കൊതിയാവുന്ന പെണ്ണേ. എന്തായാലും നീ റീപ്ലൈ തരണേ. അവൾ ആ മെസ്സേജ് വായിച്ച് ഞെട്ടിപ്പോയി. ഷെഫി ഉസ്താദ് കുഞ്ഞ് എന്നോടാണ് ഈ പറയുന്നത്. ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു, പക്ഷേ എൻ്റെ വയറ്റിനുള്ളിലുണ്ട്. തൽക്കാലം എന്ത് ചെയ്യണം? ഈ ഫോൺ അങ്ങെടുത്ത് വലിച്ചെറിഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, സിമ്മ് ഇനിയിപ്പോൾ നമ്പർ മാറ്റിക്കഴിഞ്ഞാൽ അത് അതിനേക്കാളും എന്തപ്പോൾ ചെയ്യുക? എന്താടി, എന്താ നിനക്ക് എന്ത് പറ്റി? നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നു. കെട്ടുവൻ അങ്ങനെ വിളിച്ചോ? കെട്ടുവൻ വിളിച്ചതല്ല, കെട്ടുവൻ കുറച്ച് പൈസ അയച്ചിക്കണ്. അതിനെന്താ, നമുക്ക് ബാങ്കിൽ പോയിട്ട് എടുക്കാമല്ലോ. ആ പിന്നെ നമുക്ക് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളും ഫോണൊന്നും വേണ്ട കേട്ടോ. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയേക്ക്. ഇഷ്ടമില്ലാത്തവരൊക്കെ ബ്ലോക്ക് ചെയ്യാം, ഓക്കെ? എന്നാൽ ആ നിമിഷം തന്നെ അവളതാ ഷെഫി ഉസ്താദിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു. ഒരു നിമിഷം, ഇനി ശല്യം ഉണ്ടാവില്ല, എൻ്റെ അദ്ദേഹത്തിന് ശല്യം വരില്ല. എന്നാൽ ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ്. സമാധാനമില്ല റബ്ബേ. സാധനം കിട്ടിയോ എന്തോ ആവോ ഒന്നും അറിയുന്നില്ല. അത് വീട്ടിലേക്കാണ് ഞാൻ സംഭവങ്ങളൊക്കെ അയച്ചിട്ടുള്ളത്. അത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് തന്നെ കിട്ടുമായിരിക്കും. കിട്ടുമോ എന്തോ അറിയാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഷെഫി ഉസ്താദ്. ഹലോ ഉമ്മ. മോനെ അസ്സലാമു അലൈക്കും. എന്തോ ഉമ്മയുടെ സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുന്നു. ഒന്നുമില്ല മോനെ. ഒരിക്കൽ പോലും സീനത്ത് പോയത് ഉമ്മ പറഞ്ഞില്ല. ഉമ്മ അവിടെ എന്തെങ്കിലും കൊറിയർ എന്തെങ്കിലും കിട്ടിയോ? ഇല്ല മോനെ. ആ ഉമ്മ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, എന്തൊക്കെ തന്നെയാലും അവൾക്കുള്ള സാധനം ഉമ്മാക്കുള്ളതും വീട്ടിലുള്ളതൊക്കെ കുറച്ചുണ്ട് കൂടുതലായിട്ട്. അവൾക്ക് കുറച്ചും കൂടി ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് കേട്ടോ മോനെ. എന്തിനാടാ അതൊക്കെ? ഉമ്മ ഓൾ ഗർഭിണിയല്ലേ ഉമ്മ. അപ്പോൾ എൻ്റെ ഉമ്മാക്കുള്ളത് കൊണ്ട് അവൾക്കുള്ളതുണ്ട് കേട്ടോ. ഉമ്മാക്കുള്ള ഈത്തപ്പഴങ്ങളും കാര്യങ്ങളൊക്കെ ഉമ്മ നല്ല രീതിയിൽ കഴിച്ചുകൊണ്ട് രക്തം വെക്കാനൊക്കെ. പിന്നെ അവൾക്കുള്ളതുണ്ട് മോനെ. ഉമ്മക്കറിയില്ല കുങ്കുമപ്പൂവ് പണ്ട് ഉസ്താദ് അങ്ങനെ തന്നിട്ട് അങ്ങനെ ഒരു മോനെ ഞാൻ കുടിച്ചിട്ടുണ്ടടാ കുങ്കുമപ്പൂവ്. എനിക്ക് എൻ്റെ ബാപ്പ കൊണ്ടുവന്നിരുന്നു, ആരോ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാന്നൊക്കെ പറഞ്ഞിട്ട്. മോനെ നല്ല രസമാണത് പാലിലിട്ട് കുടിക്കാൻ. ആ ഉമ്മ അത് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അത് അവളോട് ദിവസം രാത്രി കുടിക്കാൻ പറഞ്ഞോണ്ടിട്ട് ഉമ്മ. ആയിക്കോട്ടെ മോനെ. പാവം ആ ഉമ്മ ഒന്നും പറഞ്ഞില്ല. തൻ്റെ മകൻ ഒരിക്കലും സന്തോഷം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. കടലിനക്കരെ കഴിയുന്ന എൻ്റെ പൊന്നു മോൻ്റെ മനസ്സ് വേദനിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി ഉമ്മ ഒന്നും അറിയിച്ചില്ല. ഉമ്മ എല്ലാം മൂളിക്കേട്ടു. ആയിക്കോട്ടെ മോനെ. അന്ന് രാത്രി കണ്ണീരോടെയാണ് ഉമ്മ ഉറങ്ങിയത്. റബ്ബേ എൻ്റെ കുട്ടി, എൻ്റെ കുട്ടീനെ റബ്ബേ ഞാനും ചതിക്കള്ളല്ല. എൻ്റെ കുട്ടി മോനെ, എൻ്റെ കുട്ടീൻ്റെ പെണ്ണോളിട്ട് പോയല്ലോ. എന്തിനാ സീനത്തെ ഇങ്ങനത്തെ കടുങ്കയൊക്കെ ചെയ്തത്? എൻ്റെ കുട്ടീനെ ഇങ്ങനെ ഇടങ്ങാറാക്കിയത് എന്തിനാ? ഞാൻ എന്താ അവനോട് പറയാൻ എനിക്കറിയുന്നില്ല. ഉമ്മ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് തഹജ്ജുദ് നിസ്കരിച്ച് ഉമ്മ ഒരുപാട് പടച്ച റബ്ബിനോട് കരഞ്ഞു. അല്ലാ, ഹൈറാണെങ്കിൽ അവൾ തിരിച്ചു വരട്ടെ, ഷർറാണെങ്കിൽ ഒഴിഞ്ഞു പോയിക്കോട്ടെ. ഇനി എൻ്റെ കുട്ടിയെ നീ പരീക്ഷിക്കല്ലല്ലാ. ഉമ്മ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു. രാവിലെ അടുക്കളയിലേക്ക് എത്തിയപ്പോഴാണ് ഉമ്മക്ക് ഓർമ്മ വന്നത്. ആർക്ക് വേണ്ടി കടിയുണ്ടാക്കുക? മറ്റത് സീനത്തിന് സ്കൂളിൽ പോകാനാകുമ്പോഴത്തിന് അവൾക്കുള്ള ചായയും കടിയും ഒക്കെ ഞാൻ ഉണ്ടാക്കും. പക്ഷേ ഇതാർക്ക് വേണ്ടി?
എന്തിനാ റബ്ബേ, എനിക്കും വേണ്ട. ഉമ്മ ഒരു കട്ടൻ ചായ തിളപ്പിച്ച് ആ വെള്ളം കുടിച്ചു എന്നല്ലാതെ കടിയുണ്ടാക്കുവാനോ കറി ഉണ്ടാക്കുവാനോ പോയില്ല. എന്നും സീനത്ത് വന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും. ആർക്ക് വേണ്ടി? ഉമ്മ വെറുതെ ആ കോലായിലിരുന്നു. മുറ്റത്ത് തലേ ദിവസം മഴ പെയ്തതിൻ്റെ ആ ഒരു ഇല വീണ് കിടക്കുന്നുണ്ട്. അതെല്ലാം ഉമ്മ ഒന്ന് അടിച്ചു വാരട്ടെ ഒന്ന് വിചാരിച്ച് നടന്നു. പഠിച്ചോനെ, നോമ്പ് നോൽക്കുകയാണെന്നല്ലേ ഇനി, ആർക്ക് വേണ്ടി? എന്നാൽ പിന്നെ ഒരു നേരം നോമ്പ് തുറക്കുമ്പോഴത്തെ നേരം ഭക്ഷിച്ചാൽ മതിയല്ലോ. അപ്പോഴും ആ ഉമ്മക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. റബ്ബേ, സീനത്ത് അങ്ങനെ തിരിച്ചു വരുമോ എൻ്റെ കുട്ടീനെ തേടി? റബ്ബേ, അത് ആ ഉമ്മക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവൾ വരില്ലല്ലോ. ഉമ്മ മുറ്റുമടിച്ചു കോരിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്താലേ മരത്തിൽ നിന്ന്, ഈ ഒരു മാവിൽ നിന്ന് കുറേ ഇലകളൊക്കെ വീഴും. ചെടികളൊക്കെ കുഴിച്ചിടാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് സന്തോഷമൊക്കെ പോയില്ലേ. ഒക്കെ ഒന്ന് മാറ്റി പറിച്ച് വൃത്തിയാക്കി കുഴിച്ചിട്ടുണ്ട്. ഷെഫിമോൻ വെച്ച ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ആദ്യം ഓൻ കുറച്ച് കൊടുക്കുന്ന തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ നമുക്ക് നോക്കലുമില്ല, എനിക്ക് നേരം കിട്ടില്ല. ഞാൻ നേരം വിട്ട വെച്ചുണ്ടാക്കാനും ഇതിനൊക്കെ ഇറങ്ങൂലേ. മരുമകളുണ്ട് വിചാരിച്ചിട്ട് അവൾക്കൊണ്ടൊരു ഉപകാരമൊന്നും ഇല്ലല്ലോ. ഉമ്മ മുറ്റമടിക്കുന്നതിനിടയിൽ അതെല്ലാം ആലോചിക്കൂ. എൻ്റെ ഷെഫി കുഴിച്ചിട്ട് നട്ടുണ്ടാക്കിയ ചെടികൾ, എൻ്റെ ഷെഫി നട്ട് നനച്ചതെല്ലാം എല്ലാം പോയി റബ്ബേ. ആകപ്പാടെ കാട് മൂടിക്കെടുക്കുകയാണ്. ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ പിന്നെ വീട്ടിലത്തെ പെൺകുട്ടിയാൾക്ക് എന്തിനു റബ്ബേ, ഒന്നും വേണ്ടവള് പോയില്ലേ. ഉമ്മ മുറ്റമടിക്കുകയായിരുന്നു. പെട്ടെന്നതാ ഒരു വാഹനം ആ വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ഉമ്മ പെട്ടെന്ന് ചൂലൊരു ഭാഗത്ത് വെച്ച് തട്ടം ശരിക്കിട്ടു. ഇത് ഷഫീഖ് ഉസ്താദിൻ്റെ വീടല്ലേ? ആ അതെ, ഇവിടെ നിന്ന് സൈൻ ചെയ്തോളൂ കേട്ടോ. ഉമ്മ ഒപ്പിട്ടു. എന്നാൽ ഒരു കാർഗോ എടുത്ത് അവർ സിറ്റ് ഔട്ടിലേക്ക് വെച്ചു. ഇതാ ഇവിടെ വെച്ചോട്ടെ. ആ വെച്ചോളി. എന്നാൽ ശരി, ചായ എന്തെങ്കിലും, ചായ വെള്ളം? വേണ്ടുമ്മ, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് അവർ പോവുകയും ചെയ്തു. ഉമ്മ ആ ഒരു പെട്ടി നോക്കി കരഞ്ഞു. എൻ്റെ ഷെഫിയെ, ഉമ്മാൻ്റെ കുട്ടി എന്താ തയ്ച്ചത്? ആർക്ക് വേണ്ടിയിട്ട്? അതിൻ്റെ ഉടമക്കാരത്തൊക്കെ പോയില്ലേ, എൻ്റെ കുട്ടീനെ വിട്ട് പോയില്ലേ ഓള്. ഉമ്മാൻ്റെ കുട്ടി എന്തിനാ അതൊക്കെ? ഉമ്മാക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എന്നാൽ ഉമ്മ മുറ്റമടിച്ചു കയറി അകത്തേക്ക് എത്തിയപ്പോൾ ഫോണിലേക്ക് അതാ ഒരു കോൾ. ഉമ്മ, ഇതിലേക്കൊരു OTP ഒക്കെ വന്നിരുന്നു. അത് ഞാൻ ഓക്കെ ആക്കുകയും ചെയ്തിരുന്നു. സാധനം എത്തിയില്ലേ? എത്തി മോനെ. നിങ്ങൾ സീനത്തും കൂടി അത് പൊളിച്ചിട്ട് അത് കുറച്ച് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കേണ്ട സാധനങ്ങളുണ്ട്, അത് മാറ്റി വെച്ചോളൂ. പിന്നെ അവൾക്കുള്ളത് നിങ്ങൾക്കൊക്കെ ഉള്ളത് വേർപ്പെടുത്തി വെച്ചിട്ടൊന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. മോനെ, അപ്പം തന്നെ വേണോ? 2 ദിവസം എല്ലാം എന്താ നിങ്ങൾക്ക് ഇപ്പം തന്നെ ചെയ്യേ. എന്നിട്ട് എനിക്ക് അതിന് ഫോട്ടോ ഒന്ന് വിട്ടിട്ടമ്മ, സാധനങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടിക്കണം അറിയാൻ വേണ്ടിയിട്ടേ. ശരിക്കും ഉമ്മ സങ്കടപ്പെട്ടു. റബ്ബേ, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? എന്നാൽ ഈ സമയം അതാ രാജേഷിനോട് പറയണം, അതെ എൻ്റെ ഭർത്താവുണ്ടല്ലോ, അയാൾ എനിക്ക് എന്തൊക്കെയോ ഡ്രൈ ഫ്രൂട്ട്സും സാധനങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ മിസ്സിങ് ആണ് കേട്ടോ. വലിയ, നിനക്ക് എന്നെ വേണോ അതോ അത് വേണോ? അത് പറ. എനിക്ക് എൻ്റെ ഏട്ടനെ മതിയേ. അതൊക്കെ എത്രയും വാങ്ങിട്ടൂരല്ലേ? അതെ, കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അതിനാണോ പണി? അതൊന്നും നീ വിഷയമാക്കണ്ട കേട്ടോ. എന്നാലും സീനത്തിൻ്റെ മനസ്സിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും അതൊക്കെ ഇനിയിപ്പോൾ തള്ള തിന്ന് തീർക്കും, അതായിരിക്കും ഉണ്ടാകുക. ഇനിയിപ്പോൾ ആർക്കെങ്കിലും കൊടുക്കുമെന്നാവോ, അമ്മായിൻ്റെ മക്കൾക്കായിട്ടും മുൽക്കും. കണ്ണീരോടെ ആ ഉമ്മ ആ പെട്ടിയിലേക്ക് നോക്കി. അത് എൻ്റെ പ്രിയപ്പെട്ട മകൻ കെട്ടിവെച്ച ആ പെട്ടി. റബ്ബേ, ഹൃദയം വല്ലാതെ വേദനിക്കൊന്നും അറിയുന്നില്ലല്ലോ അവനൊന്നും. അല്ലാ, ഞാൻ പറയണോ? എനിക്കറിയണില്ല. അവൻ്റെ കൂട്ടുകാരനിങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞാലോ? ഷെഫി ഉസ്താദ്, അത് എൻ്റെ കുട്ടി ഭാഗ്യമില്ലാത്ത കുട്ടിയാണ്. എൻ്റെ കുട്ടിക്ക് ആദ്യം ഞാനൊരു വിവാഹാലോചന പറഞ്ഞിരുന്നു, എൻ്റെ കുട്ടി തന്നെ. പക്ഷേ അതില്ലാതായി. ഇപ്പോൾ ഇതാ നിക്കാഹ് കഴിച്ച് കൊണ്ടുവന്ന പെണ്ണും ഓനെ വിട്ടിട്ട് പോയി. പാവം എൻ്റെ കുട്ടി. ഷെഫി പറഞ്ഞതുപോലെ അതെ, ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ പതുക്കെ അതാ ആ ഒരു പെട്ടിയുടെ കെട്ടുകളെല്ലാം അഴിക്കുന്നു. മനസ്സ് വല്ലാതെ വിങ്ങി പൊട്ടുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ കണ്ടത് ഒരുപാട് സീനത്തിനുള്ള സാധനങ്ങളായിരുന്നു. ബദാം, പിസ്ത, ക്യാഷ്നട്ട്, കുങ്കുമപ്പൂവ്, അങ്ങനെ പലതും. റെയിൻബോയുടെ ഒരുപാട് പാലിൻ്റെ ടിന്നുകൾ, അജുവ ഈത്തപ്പഴങ്ങൾ,
അങ്ങനെ തുടങ്ങിയ ഒരുപാട് നല്ല നല്ല സാധനങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. അതെല്ലാം കണ്ടപ്പോൾ ഉമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയി. റബ്ബേ, ഇതൊക്കെ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ആ ഉമ്മ വിതുമ്പി. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയുന്നില്ല. ഓൾ എവിടെയാണെങ്കിലും ഓൾക്ക് ഇത് എത്തിച്ചു കൊടുക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ എന്താ ഞാൻ ചെയ്യുക? എന്നാൽ ഈ സമയം ഉമ്മ അതാ സീനത്തിൻ്റെ ഉമ്മക്ക് വിളിക്കുന്നു. ഹലോ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ കുട്ടി എവിടെയാണാവോ? അതെ, എൻ്റെ ഷെഫി ഉണ്ടല്ലോ, ഓൾക്കുള്ളതൊക്കെ കൊടുത്തയച്ചിട്ട്, ഓൾക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളും അതൊക്കെ. എന്ത് ചെയ്യാൻ, എൻ്റെ കുട്ടിക്ക് ഭാഗ്യമില്ല ഷെഫി ഉസ്താദിൻ്റെ ഭാര്യയായി ജീവിക്കാനുള്ള. എത്ര നല്ലൊരു ജീവിതമായിരുന്നു എൻ്റെ കുട്ടിക്ക് കിട്ടിയത്. ഓളായിട്ട് തട്ടിത്തെറിപ്പിച്ചില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കുട്ടീൻ്റെ ഹിദായത്ത് നഷ്ടപ്പെട്ടു. ആ ഉമ്മ വിതുമ്പലോടെയാണ് അത് പറഞ്ഞത്. അതെ, ആ ഉമ്മ ഈ സമയത്ത് ഹോസ്പിറ്റലിലാണ്. ബോധരഹിതയായിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ്. എന്ത് ചെയ്യാൻ, ഹോസ്പിറ്റലിൽ കിടക്കയിലിരുന്നു കൊണ്ടാണ് അവർ ആ ഫോൺ എടുത്തത്. പക്ഷേ തൻ്റെ മോൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. പിതാവാണെങ്കിൽ വല്ലാതെ അങ്ങ് തകർന്നു പോയിട്ടുണ്ട്. എൻ്റെ റബ്ബേ, എന്താ ഈ കുട്ടി ഇത്ര ബുദ്ധിമോശം കാണിച്ചത്? ആങ്ങളെയാണെങ്കിൽ അതിലേറെ. ആങ്ങൾക്ക് വല്ലാത്ത ഒരു സങ്കടം. എന്നാൽ ഈ സമയം ആങ്ങളെ പോലീസിൽ പോയി പരാതിപ്പെട്ടിരിക്കുന്നു. എൻ്റെ പെങ്ങളെ കാണുന്നില്ല, എൻ്റെ പെങ്ങളെ ആ രാജേഷ് തട്ടിക്കൊണ്ടുപോയെന്നാണ് തോന്നുന്നത്. എന്നാൽ പോലീസുകാർക്ക് അതൊരു ചിരിയായിരുന്നു. എന്താ, ജീവിക്കാൻ കുട്ടികൾക്ക് അവകാശം കൊടുത്തൂടെ? എന്തിനാ നിങ്ങൾ ഈ ബലം പിടിക്കുന്നത്? സാറേ, ഞാൻ ഒരു പരാതി തരാൻ വേണ്ടിയാണ് വന്നത്. ഒരിക്കൽ പോലും നിങ്ങളെ ന്യായീകരണത്തിനല്ല നിൽക്കുന്നത്. എനിക്ക് അറിയണം എൻ്റെ പെങ്ങൾ അവൾ എവിടെയാണെന്ന്. അവൾ എവിടെയാണെങ്കിൽ എന്താ, അവൾക്ക് ഇഷ്ടപ്പെട്ട അവളുടെ കൂടെ പോയെങ്കിൽ നിങ്ങളതിന് എത്രമാത്രം ടെൻഷനാകുന്നത്? അവർക്കും വേണ്ടേ ഒരു ജീവിതം? സാറേ, അവൾ മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്, അത് മറക്കരുത്. സാറ് നിങ്ങൾക്കിതിന് കൂട്ടു നിൽക്കുകയാണോ? കൂട്ടു നിൽക്കേണ്ടി വന്നാൽ കൂട്ടു നിൽക്കേണ്ടി വരും. അല്ലാതെ എല്ലാത്തിനും എല്ലാവരെയും വേർപിരിച്ചാലേ ഈ നാടിപ്പോൾ എന്തായി തീരും? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വല്ല കടുങ്കൈ ചെയ്താൽ അതും പിന്നെ പോലീസ് തന്നെ കേസ് വരിക. എന്തിനാ നിങ്ങൾ വേണ്ടാത്ത? കുട്ടികൾ ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. സാറേ, നിങ്ങൾ പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഒരു ബോധരഹിതയായി കിടക്കുന്ന ഉമ്മയാണ് ഹോസ്പിറ്റലിൽ. വളരെയധികം ദയനീയാവസ്ഥയിൽ കഴിയുന്ന പിതാവാണ് അപ്പുറത്ത്. ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ ഉമ്മയുണ്ട്. അവർക്കൊക്കെ ഇത് അറിയുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളെന്താ ഇങ്ങനെ ഇത്രമാത്രം? കേസെടുക്കാൻ പറഞ്ഞ കേസ്, എനിക്ക് എൻ്റെ പെങ്ങളെ കണ്ടു കിട്ടിയാൽ മതിയാവും. നിങ്ങളിവിടെ ഈ സ്റ്റേഷനിൽ കേസ് എടുത്തില്ലെങ്കിൽ ഞാൻ വേറെ സ്റ്റേഷനിൽ പോകും. ഓഹോ, ഞങ്ങളങ്ങ് വരട്ടാതെ. എന്താ കാര്യം? പെട്ടെന്ന് അവിടുത്തെ DGP അതാ അങ്ങോട്ട് കടന്നു വരുന്നു. സർ, എല്ലാവരും സല്യൂട്ട് ചെയ്യുന്നു. എന്താ പ്രശ്നം? DGP തന്നെ നേരിട്ട് ചോദിക്കുന്നു. അത് സാറേ, എൻ്റെ പെങ്ങളെ കാണുന്നില്ല. എപ്പോൾ മുതൽ? ഇന്നലെ മുതൽ കാണാതായി. എന്തോ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് പരാതിപ്പെട്ടിട്ട് നിങ്ങളിതുവരെ അതിനെക്കുറിച്ചുള്ള അന്വേഷണം കാര്യങ്ങളും? സർ, എന്താടോ ഇത്? സ്റ്റേഷനിൽ എന്താണ് ഒരാളുടെ വ്യക്തി വന്ന് പരാതിപ്പെട്ടാൽ നിങ്ങളിങ്ങനെ ഇളിച്ചിരിക്കുകയാണോ വേണ്ടത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളിൽ അവർക്ക് മിണ്ടാട്ട് വന്ന്, നിങ്ങളെ തൊപ്പി തെറിക്കുന്ന കേസാണിത്. നിങ്ങൾ മറ്റു വല്ലതിന് കൂട്ടുന്നുണ്ട് കൈക്കൂലി വാങ്ങിയിട്ട് വേറെ ഒന്നും നിൽക്കരുത് കേട്ടോ. അതെ, രാജേഷ് കൈക്കൂലി നൈസായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ DGP അല്പം സ്ട്രോങ്ങോട് കൂടിയാണ്. വേഗം അന്വേഷണത്തെ ഉത്തരവിടും. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങളെ ഡ്യൂട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യും. വേറെയുണ്ട് പോലീസുകാർ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ. അയാൾ ദേഷ്യം പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. രാജേഷിൻ്റെ ഗുണ്ടകളായ പോലീസുകാരായിരുന്നു രണ്ടാളതിലുണ്ടായിരുന്നത്. അതെ, അവൻ്റെ ചെലവിൽ തീറ്റിപ്പോറ്റി അവൻ നടക്കുന്നവർ. എന്തെങ്കിലും കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നൈസായിട്ട് അങ്ങോട്ട് ഊരി വിടും. അതാണ് അവരുടെ പരിപാടി. അതിനുള്ള കൈക്കൂലി കണ്ടറിഞ്ഞ് തന്നെ നല്ല കനത്തിൽ അവൻ കൊടുക്കുന്നുമുണ്ട്. പോലീസിനും കുറച്ചൊക്കെ പിടിപാട് വേണ്ടേ, എങ്കിലല്ലേ തൻ്റെ കളി ഇവിടെ വിജയിക്കുള്ളൂ. അതാണ് അവൻ്റെ ആഗ്രഹം. എന്തൊക്കെ തന്നെയാലും അവർ അതാ ഒരു 5 സ്റ്റാർ റൂം എടുത്തിരിക്കുകയാണ് രാജേഷും സീനത്തും. എങ്ങനെയുണ്ടടി നമ്മുടെ ഹോട്ടൽ? അടിപൊളി, ഉഷാറായിട്ടുണ്ട്. ഞാൻ ശരിക്കും ആഗ്രഹിച്ചത് ഇങ്ങനെയൊക്കെയുള്ള ജീവിതമായിരുന്നു. അതെ, അടിപൊളി എൻജോയ്മെൻറ്റ് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് അതെല്ലാം കടന്നു വന്നു. എൻ്റെ രാജേഷേട്ടൻ ഉള്ളത് എൻ്റെ ഭാഗ്യം. മനസ്സിലായല്ലോ ഇപ്പം എന്നെക്കുറിച്ച്.
ആദ്യമൊന്നും നീ എൻ്റെ അടുക്കിലേക്ക് നോക്കുന്ന പോലില്ലായിരുന്നു. പക്ഷേ നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. നിന്നോട് എന്തൊരു പ്രത്യേകമായിട്ട് ഒരു പ്രണയം എൻ്റെ മനസ്സിൻ്റെ സിരകളിൽ അങ്ങ് തളർത്ത് വന്നു. എന്ത് ചെയ്യാൻ, നിന്നെ സ്വന്തമാക്കിയാൽ ഞാൻ നിന്നെ എൻ്റെ രാജകുമാരിയാക്കി വളർത്തും എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്നാൽ ഇന്ന് നീ എൻ്റെ ഉൾക്കൈയിൽ എത്തിക്കഴിഞ്ഞു. നിനക്ക് എന്തെങ്കിലും ആഗ്രഹം? എനിക്ക് ആഗ്രഹം ഉണ്ട്, ഒരാഗ്രഹമുണ്ട്. അതൊന്ന് ആദ്യം നിങ്ങളൊന്ന് ശരിയാക്കി തരണം. എന്താടേ? അതേ, എൻ്റെ വയറ്റിനുള്ളിലെ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്, അതില്ലാതാക്കണം. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞ് മതി എല്ലാം. എനിക്ക് അതിൻ്റേതായ ടയേർഡും കാര്യങ്ങളും ഉണ്ട് രാജേഷേട്ടാ. എന്താ നിങ്ങളിങ്ങനെ? ഓ അങ്ങനെ, ഓക്കെ. അല്ലെങ്കിലും എനിക്കിഷ്ടം അതുതന്നെയാണ്. മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്ന് നീ എൻ്റെ കൂടെ ഇറങ്ങി വരാൻ ധൈര്യം കാണിച്ചല്ലോ, അതിന് നിനക്ക് സ്പെഷ്യൽ സെല്യൂട്ട് ഉണ്ട്. സ്വന്തം ഭർത്താവിൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്ന പെണ്ണായ നീ മറ്റൊരു അന്യജാതിക്കാരൻ്റെ കൂടെ ഇറങ്ങി വരാൻ ധൈര്യം കാണിച്ചു. അതിന് നിനക്കൊരു ബിഗ് സെല്യൂട്ടാണ് ഞാൻ തരുന്നത്. ഓ ഏട്ടാ, കളിയാക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ നിൻ്റെ സീനത്തെന്നുള്ള ആ ഒരു വിളി ഞാനതൊന്ന് മാറ്റട്ടെ. പകരം ഷീന എന്നാക്കിയാലോ? എന്നാൽ പിന്നെ ഷീന. ഓ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഷീന, നീ എത്ര സുന്ദരിയാണ് പെണ്ണേ. ഏട്ടാ, അങ്ങനെയൊന്നും പറഞ്ഞതാക്കണം. നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ ഇത് കളയണം കേട്ടോ. എന്നാൽ ഈ സമയം ഷെജിൽ ആശുപത്രി കിടക്കയിൽ നിന്ന് ആ ഒരു വാർത്ത അറിയുന്നു. അത് രാജേഷിനെയും സീനത്തിനെയും കാണുവാനില്ല എന്നുള്ള ആ ഒരു സത്യം, ആ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ അവൻ ഞെട്ടിത്തരിച്ചു പോയി. റബ്ബേ, കിടക്കയിൽ കിടന്ന് കരയുന്ന തൻ്റെ പൊന്നുമോനെ കണ്ട് ഉമ്മ ചോദിക്കുന്നു, മോനെ എന്ത് പറ്റി? ഉമ്മ, എന്ത് നീ വാട്സപ്പിൽ നോക്കുന്നും കണ്ട് എന്താ പറ്റിയത്? ഉമ്മ, അത് അവൻ പൊട്ടിക്കരയുകയായിരുന്നു. ഉമ്മ, മോനെ എന്തിനാ ഈ കാര്യം പറയണത്? ഉമ്മ, അവൾ പോയി ഉമ്മ, അവൻ്റെ കൂടെ. ആര്? ഞാൻ പറഞ്ഞ സീനത്ത്. അതിനെന്താ, സമാധാനമായില്ലേ? ഓ, നമ്മളെ മേത്തുനിന്ന് ഒഴിഞ്ഞിട്ടിയല്ലോ, അതന്നെ വലിയത്. ഉമ്മ, ശരിയാണ്, നമ്മളെ മേത്തുനിന്ന് ഒഴിഞ്ഞു കിട്ടി. പക്ഷേ ഉമ്മ, അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുണ്ട് ഉമ്മ, ആ ഒരു മണലാരണ്യത്തിൽ. ഉമ്മ അത് ഓർക്കുന്നില്ലല്ലോ. മോനെ, അതെ ഉമ്മ, അവളുടെ ഭർത്താവ് ഷെഫി ഉസ്താദ് പാവം മനുഷ്യനാണ്. അദ്ദേഹം ഈമാനുള്ള മനുഷ്യനാണ്, അദ്ദേഹം തഖ്വയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ ഒഴിവാക്കി ആ ഒരു അമുസ്ലിമിൻ്റെ കൂടെ ഇറങ്ങിപ്പോവാൻ അവൾക്ക് ഉമ്മ ഞാൻ പലവട്ടം ഉപദേശിച്ചതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ? പൊന്നു മോനെ, നീ എന്തേനൊക്കെ പോയത്? അതൊന്നും ഫലമില്ലാതായില്ലേ? ഉമ്മ, ഹിദായത്ത് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകില്ല, അത് അതിനർഹരായവർക്ക് കൊടുക്കുള്ളൂ. ഉമ്മ, ദീന് വിളിച്ച് പോയില്ലേ? ഷെഫി ഉസ്താദ് അറിഞ്ഞാൽ എത്രമാത്രം സങ്കടപ്പെടും എനിക്കറിയുന്നില്ല. ശരിക്കും അതാ ഷെജിൽ കരയുകയായിരുന്നു. തൻ്റെ ശരീരം നുറുങ്ങിയ വേദനകൾക്കിടയിലൂടെ മനസ്സിനേറ്റ ആ ഒരു വേദന അത് വല്ലാതെ അവനെ തളർത്തി കളഞ്ഞു. അല്ലാ റബ്ബേ, ആ പാവപ്പെട്ട ഉസ്താദ് ഇതെങ്ങാനും അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തായിരിക്കും? പാവം റബ്ബേ, വാട്സപ്പിലൊന്നും ഒരിക്കൽ പോലും ഷെയർ ചെയ്യരുത്. എന്നാൽ ഒരു വാട്സപ്പ് സന്ദേശമാണ് അവന് ലഭിച്ചത്. അവൻ്റെ ഫ്രണ്ടായിട്ടാണ് അത് പറഞ്ഞത്, മറ്റാരുമല്ല. അത് പറഞ്ഞത് സീനത്തിൻ്റെ ആങ്ങളെയായിരുന്നു. എടാ, അവൾ പോയിട്ടുണ്ട്, അവളെ കാണുന്നില്ല. നീ ഇതാർക്കും ഫോർവേഡ് ചെയ്യൊന്നും വേണ്ട, മനസ്സിൻ്റെ വേദന കൊണ്ട് പറഞ്ഞതാണ്, ദ്വായിൽ ഉൾപ്പെടുത്തണം. എൻ്റെ പെങ്ങളുട്ടിക്കൊന്നും സംഭവിക്കരുത്, അതിനു വേണ്ടിയിട്ട്. ആങ്ങളയുടെ ദയനീയമായ ഒരു മെസ്സേജായിരുന്നു അത്. റബ്ബേ, ഞാൻ എന്ത് ചെയ്യും? ഒരിക്കൽ പോലും ഷെഫി ഉസ്താദിനെ അറിയിക്കണ്ട, ഇപ്പോൾ തൽക്കാലം അറിയണ്ട. എന്നാൽ സീനത്തിൻ്റെ ഉമ്മ എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നറിയാതെ ആ ഒരു സാധനങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കണം. റബ്ബേ, ഇതൊക്കെ അവൾക്ക് വേണ്ടി അവൻ കൊടുത്തയച്ചതാണ്, അവൾക്ക് ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടും കുഞ്ഞിന് വേണ്ടിയിട്ടും. റഹ്മാനെ, പടച്ച റബ്ബേ, നീ കാത്തുരക്ഷിക്ക്. എന്ത് ചെയ്യാൻ? ഹോ, ഷെജിലിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നായിപ്പോയി. എങ്ങനെയെങ്കിലും വേണ്ട, ഷെഫി ഉസ്താദിൻ്റെ കൂട്ടുകാരെങ്കിലും അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും അന്വേഷണം. ഷെഫി ഉസ്താദ് അറിയരുത്, പാവാണ് മനുഷ്യൻ, അദ്ദേഹം ഒരിക്കൽ പോലും അറിയാൻ പാടില്ല. അദ്ദേഹം ഏറെ പ്രതീക്ഷയോടെയായിരിക്കും. എന്നാൽ പെട്ടെന്നതാ ഉമ്മയുടെ ഫോണിലേക്ക് ഷെഫി ഉസ്താദ് വിളിക്കുന്നു. ഉമ്മ,
സീനത്തിൻ്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ്, അവിടെ നിന്ന് കുത്തി വെക്കാൻ പറയേ. എന്നാൽ തന്നെ ബ്ലോക്ക് ചെയ്തതാണെന്നുള്ള കാര്യം പിന്നീടാണ് അവൻ അറിഞ്ഞത്. വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല. ഉമ്മ എന്താ ഈ സാധനങ്ങളൊക്കെ ഡിവൈഡ് ചെയ്തോ? മോനെ എല്ലാം ഓൾക്കുള്ളത് തന്നെ ആയിക്കോട്ടെ. അത് പറഞ്ഞാൽ പറ്റില്ല ഉമ്മ, നിങ്ങൾക്ക് വേറെ അവൾക്ക് വേറെ. 2 പേർക്കും ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടും അജുവ ഈത്തപ്പഴങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട് 2 സെക്ഷനായിട്ട്. അപ്പോൾ ഒന്ന് ഉമ്മാക്ക് കഴിക്കാനുള്ളത്, ഒന്ന് അവൾക്കുള്ളത്, 2 പേരും ഒരുപോലെ എടുക്കണം. അതിനുള്ളതാണ് ഓക്കെ. ഉമ്മ അതിലേക്കെല്ലാം നോക്കി വിതിമ്പി കരഞ്ഞു. എന്നല്ലാതെ എങ്ങനെ, ആര് വരാൻ പഠിച്ചോനെ. എൻ്റെ കുട്ടീനെ നശിപ്പിക്കോള് റബ്ബേ. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ആദ്യമായുണ്ടാകുന്ന ആ ഒരു ചോരപ്പൈതലിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾക്കകം രാജേഷും സീനത്തും പുറപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉമ്മ മനം നൊന്ത് ദുആ ചെയ്യുന്നു. റബ്ബേ അല്ലാ, ഒരിക്കൽ പോലും അവർക്ക് ആ കുഞ്ഞെ നശിപ്പിക്കാം തോന്നല്ലേ അല്ലാ റഹ്മാനെ. ആ ഉമ്മ അതിനു വേണ്ടി തന്നെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദ് അവിടെ അറബിക്കുട്ടിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മോളെ, ഞാൻ പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് വളരെയധികം വലുതായിരിക്കും. ചില സമയത്ത് അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ നൽകും, നമ്മളതിൽ ക്ഷമിക്കണം. ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്താവും, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ജീവിതം തരും. ക്ഷമയുള്ളവർക്ക് വിജയമുണ്ടെന്നാണല്ലോ, നമുക്ക് വിജയം തരും. അപ്പോഴൊരു പക്ഷേ നമുക്ക് ടെൻഷൻ ആയിരിക്കും, പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ക്ഷമ നൽകും, ജീവിതം വിജയിക്കും. ഉസ്താദേ, സത്യമായിട്ടും എൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് കൂടുതൽ ബഹുമാനം കൂടിക്കൂടി വരികയാണ്. അതൊന്നും വേണ്ട മോളെ, എന്തായാലും നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ, ഇൻഷാ അല്ലാ. സഹ്റ, ഓ പിന്നെ ഞാൻ ഇന്നലെ എടുത്ത പാഠത്തിൻ്റെ ചോദ്യഭാഗങ്ങൾ ഞാൻ ചോദിച്ചിട്ടില്ല, അറിയാമോ? ഓ അറിയാം. ഉസ്താദ് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവൾ മണിമണിയായി ഉത്തരം പറയുന്നു. മാഷാ അല്ലാ. സഹ്റ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളിൽ ഏറ്റവും മികച്ച കുട്ടി നീ തന്നെയാണ്. എല്ലാത്തിനും വളരെയധികം പെട്ടെന്നാണ് നീ ഉത്തരങ്ങൾ നൽകുന്നത്. നീ ഒരു ടാലൻറ്റ് ഗേളാണ് സത്യമായിട്ടും. ഷെഫി ഉസ്താദേ, അങ്ങിപ്പോൾ എന്നെ യാത്രയിൽ കൊണ്ടുപോവാറില്ലല്ലോ. മോളെ, സ്കൂള് തുറന്നതിന് ശേഷം കൊണ്ടുപോകാൻ പറഞ്ഞതല്ലേ. ആ, നാളെയാണ് എൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് പ്രകൃതിയിലെ കാഴ്ചകളെക്കുറിച്ചും അതിലുള്ള അള്ളാഹു സൃഷ്ടിച്ച മനോഹരിതയെക്കുറിച്ചുമെല്ലാം പറഞ്ഞുകൊണ്ട് മോൾക്ക് ഞാനെല്ലാം പറഞ്ഞു തരും കേട്ടോ. ഷെഫി ഉസ്താദെ, സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും പറയൂലേ? ഇത് ഷംസു വിറസ് എന്ന് പറഞ്ഞുള്ള ആ ഒരു സൂറത്തിൻ്റെ ഭാഗം ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് പറയാം കേട്ടോ. ഓക്കെ. പിന്നെ ഇൻഷാ അല്ലാ നിങ്ങൾ നല്ല രീതിയിലെല്ലാം പഠിക്കുക കേട്ടോ. അന്ന് സന്തോഷത്തോടു കൂടിയാണ് സഹ്റ ബത്തുൽ ഉമ്മയുടെയും ഉപ്പയുടെയും അരികിലേക്ക് വന്നത്. യാ അബി, യാ ഉമ്മി. മോളെ, ഇന്നത് സന്തോഷം. ഇന്ന് ഒരുപാട് ടൈം ക്ലാസ് കിട്ടി, നല്ല ഹാപ്പി ആയിരുന്നു. മാഷാ അല്ലാ, എൻ്റെ കുട്ടി ഒരു ഹാഫിളത്താകാൻ പോകും അല്ലേ? അതെ, ഓരോ ഭാഗവും പഠിച്ചതെല്ലാം ഞാൻ ചൊല്ലി കേൾപ്പിക്കുന്നുണ്ട്. നമുക്ക് ഉസ്താദിന് വേണ്ടി സ്പെഷ്യൽ സമ്മാനം കൊടുക്കണ്ടേ? അന്ന് തന്നെ ഷെഫി ഉസ്താദിനെ അതാ വിളിപ്പിക്കുന്നു. യാ ഷെഫീഖ്. അർബ, ഇന്നാ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സമ്മാനം. ഇതെന്താണ്? അതൊക്കെയുണ്ട്, വീട്ടിലേക്കുള്ളതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സന്തോഷത്തോടെ അവനത് സ്വീകരിച്ചു. അപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഇത് എൻ്റെ സീനത്തിനും കുഞ്ഞിനും സമ്മാനമായി നൽകണം. അവളുടെ ഡെലിവറി കഴിയുമ്പോഴേക്കും എനിക്കവൾക്ക് സമ്മാനം നൽകണം. അതിനു വേണ്ടിയിട്ട് അവൻ അവൻ്റെ പെട്ടിയുടെ അരികിലായി അത് സൂക്ഷിച്ചു വെച്ചു. അതെ സീനത്തെ, നമ്മുടെ കുഞ്ഞുമായി നീ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ നിൻ്റെ കൈകളിൽ ഇത് ഞാൻ തരും. ഇൻഷാ അല്ലാ, നിനക്കുള്ള സമ്മാനമായി. അറബി തരുന്ന ഓരോ ഗിഫ്റ്റുകളും കാര്യങ്ങളുമെല്ലാം അത് സൂക്ഷിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ട സീനത്തിന് വേണ്ടി. ഉസ്താദ്, ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെ സ്റ്റോറി ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചുകൂടി ലെങ്ത് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമ്മുടെ സീനത്തിൻ്റെ ഭാവി ഇനി എന്താകും? അവൾ ആ കുഞ്ഞിനെ വളർത്തുമോ അതോ കൊല്ലുമോ
എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഒരുപക്ഷേ ഷെഫി ഉസ്താദിന് അതറിഞ്ഞു കഴിഞ്ഞാൽ മനം നൊന്ത് പോകും. അല്ലാ നീ കാക്ക്.